നമ്മളൊരു പേടിയോടെയാണ് ഇരിക്കുന്നത് ഈ റിസൾട്ട് എന്താവും എന്നുള്ളത്. അപ്പോൾ അതിൽ വന്നിരിക്കുന്ന ബിയും സിയും ഡിയും ഒക്കെ വന്നിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാമെന്നും അതിൽ എന്തൊക്കെയാണ് നെക്സ്റ്റ് സ്റ്റെപ്സ് എന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് സാർ എന്ന് പറഞ്ഞത്. ഈ ഒരു എക്സ്പീരിയൻസ് ശരിക്കും പറയാൻ പാടുന്ന പറഞ്ഞുള്ള ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുന്നത് ന്യൂറയും തമ്മിലുള്ള ഒരു വ്യത്യാസം ഒരു വലിയ ഡിഫറൻസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. AI സ്ക്രീനിങ് ഏത് ഏജ് മുതലാണ് സാർ, ലൈക്ക് ഒപ്റ്റിമം ഏജ് എത്രയാണ് ചെയ്യാനുള്ള? ബേസിക്കലി AI സ്ക്രീനിങ് എന്നല്ല, ബേസിക്കലി സ്ക്രീനിങ് ഇറ്റ്സ് ആൻ ഇൻ്റലിജൻറ്റ് ഡിസിഷൻ എന്ന് ഞാൻ പറയുക, അറ്റ്ലീസ്റ്റ് ഫ്രം ദ ഏജ് ഓഫ് 40. ബട്ട് നമ്മളിവിടെ വി സജസ്റ്റ് ഫ്രം 35 ആസ് വെൽ നമ്മൾ പറയുന്നുണ്ട്. കാരണം വെച്ചാൽ ഒരുപാട് അസുഖങ്ങൾ വരുന്നത് ഈ പറയുന്നൊരു ഏജ് ഗ്രൂപ്പ് മുതലാണ്. ബട്ട് അഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഈസ് ഓൾസോ ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ റിസ്ക്കും ഇതിലൊരു മാറ്റർ ചെയ്യും. സോ ഫാമിലി ഹിസ്റ്ററി ഓഫ് പല ഡിസീസുള്ള ആളുകൾക്കും നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അങ്ങനെ ഒരു ഏജ് പറയാൻ പറ്റില്ല അല്ലേ? അപ്പോൾ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ആക്ച്വലി.